ജാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അനു ചാക്കോ. ഇന്ന് നമുക്കൊരു മോര് കാച്ചിയത് ഉണ്ടാക്കാം. അതായത് ആവശ്യത്തിനുള്ള മോര് മിക്സിയിലടിച്ച് അത് ഒരു പാത്രത്തിലൊഴിക്കുക. അതിനകത്തേക്ക് 1/2 ടീസ്പൂണോ അത് നമ്മുടെ മഞ്ഞളുടെ ആവശ്യം അനുസരിച്ച് 1/2 ടീസ്പൂൺ ഇട്ടാൽ മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് വേണ്ടി വരും ഇത്രയും മോരിന്. പിന്നെ ഒരു 7 or 8 പച്ചമുളക് നടുകീറി ഇടുക. എന്നിട്ട് അത് നന്നായി ഒന്ന് ഇളക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് ഒരു അരപ്പ് ചേർക്കാനുണ്ട്. അപ്പോൾ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്തിരി തേങ്ങ, ഇത്തിരി ജീരകം, ഇത്തിരി വെളുത്തുള്ളി. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ച് വെണ്ണ പോലെ അരച്ച് കൊണ്ടുവരണം. നമ്മൾ വെണ്ണ പോലെ അരച്ചിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യണം. ഞാൻ അരച്ചിട്ട് വരാം. നമ്മളിതിങ്ങനെ ഗ്യാസ് കത്തിച്ച് അതിനകത്ത് വെച്ചിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഞാനത് അരച്ച് കൊണ്ടുവന്നത് അതങ്ങനെ തന്നെ ഇതിനകത്തേക്ക് നമ്മൾ ചേർത്തിട്ട് ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല. ഈ മുളക് മഞ്ഞ കളറാവുകയും വേണം. അത് പതുക്കെ ഇങ്ങനെ ഇളക്കി തിളയ്ക്കാതെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അത് മോര് കാച്ചി വരും. ഈ മുളക് മഞ്ഞ നിറം ആവണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മളെ കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇതിപ്പോൾ പതുക്കെ കുഞ്ഞീശ തിള വന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്യണം. അപ്പോൾ ഓഫ് ചെയ്തില്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. എന്നിട്ട് ഇത് കൈയെടുക്കാതെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഈ പച്ചമുളകൊക്കെ അങ്ങ് നന്നായി വാടി മഞ്ഞ കളറാവും. നമുക്ക് ഈ മുളക് മാത്രം ചവച്ചിട്ട് കഞ്ഞി കുടിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഈ മോരിലെ പുളിയും ഉപ്പും എല്ലാം ആ മുളകിൽ അങ്ങോട്ട് ചേർന്നിട്ടുണ്ടാവും. നമുക്ക് നമുക്ക് പനിയൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് ഇത്തിരി പൊടിയരിക്കഞ്ഞിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒരു മോര് കാച്ചി നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റാണ്. അതൊന്നിട്ട് ഇളക്കി കുടിക്കാൻ. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇതറിയുന്നവർ ക്ഷമിക്കുക. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വരും, ഓ ഇതാണോ കാര്യം. എന്നാലും എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്താലേ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്താലേ ഇങ്ങനൊരു ചാനലുണ്ടെന്ന് എല്ലാവരും അറിയുള്ളൂ. അപ്പം നിങ്ങളിതൊന്ന് ഷെയർ ചെയ്യുക, അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം. അനു ചാക്കോ.